Hello, my dear students. Welcome back to School at Home. On the previous class, we have discussed about the chemistry of photosynthesis. Now we are moving on. What is happening after photosynthesis? ഇവിടെ ഒരു പിക്ചറിൽ കാണാം ഷി ഹാവ് എ ഡൗട്ട് അല്ലേ? എന്താണ് ആ ഡൗട്ട്? ഇഫ് ഗ്ലൂക്കോസ് ഇസ് വാട്ട് ഓൾ പ്ലാന്റ്സ് ആർ പ്രിപ്പയർ then how could we get starch, protein and fat from vegetable food items? That means നമുക്കെല്ലാം അറിയാം വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ബൈ പ്രൊഡക്ട്സ് ആർ ഹാപ്പൻസ് ആഫ്റ്റർ ഫോട്ടോസിന്തസിസ്. ദാറ്റ് ഈസ് വൺ ഈസ് ഓക്സിജൻ ആൻഡ് അനദർ വൺ ഈസ് ഗ്ലൂക്കോസ്. അതായത് പ്ലാന്റ്സിൽ ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനുമാണ് ഫോട്ടോസിന്തസിസിന് ശേഷം ഉണ്ടാകുന്നത്. ബട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റ്സിലൂടെ സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും എല്ലാം കിട്ടുന്നത്? ഈ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സിൽ ഗ്ലൂക്കോസ് ആയിട്ടാണ് അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും എല്ലാം ഈ വെജിറ്റബിൾ ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? അതാണ് ഈ കുട്ടിയുടെ ഡൗട്ട്. ഇറ്റ്സ് എ വാലിഡ് ഡൗട്ട് അല്ലേ? നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിലൂടെ പ്രിപ്പയർഡ് ആവുന്ന ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഈ കാണുന്ന സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും എല്ലാമായി മാറുന്നത് നമുക്ക് നോക്കാം. സോ ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോല്യുബിൾ ഇൻ വാട്ടർ. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ജലത്തിൽ വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്നതാണ്. ബട്ട് ദ പ്ലാന്റ്സ് ആർ അബ്സോർബ്സ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്. അതായത് നമുക്കറിയാം പ്ലാന്റ്സ് എന്ത് ചെയ്യും? ധാരാളം വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസുമാണ്. ബട്ട് ഇറ്റ് ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. ഒരു പ്ലാന്റ് ബോഡിയിലെ ഒരു സസ്യത്തിൽ എന്തായിട്ട് ചെയ്യാൻ പറ്റില്ല? ഗ്ലൂക്കോസിനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ കൺവേർട്ട് ദിസ് ഗ്ലൂക്കോസ് ഇൻ ടു ഇൻസൊല്യുബിൾ സ്റ്റാർച്ച്. ലയിക്കാത്ത, അതായത് വെള്ളത്തിൽ ലയിക്കാത്ത സ്റ്റാർച്ച് രൂപത്തിലാക്കി ആരെ മാറ്റണം? ഈ ഗ്ലൂക്കോസിനെ മാറ്റണം. സോ ഗ്ലൂക്കോസ് ഈസ് ഈസിലി soluble in water that cannot be stored in a plant body. That means this glucose is converted into insoluble starch in leaves. ഇലകളിൽ ഇൻസൊല്യുബിൾ ആയിട്ടുള്ള ലയിക്കാത്ത, ജലത്തിൽ ലയിക്കാത്ത അന്നജമാക്കി സ്റ്റാർച്ചാക്കി മാറ്റണം. ദിസ് സ്റ്റാർച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ്. ഇത് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ചിനെ പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഫോർ ദ ലൈഫ് ആക്ടിവിറ്റീസ്. പ്ലാന്റ്സിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസിനുള്ള ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസസ് ഫോർ ദ റിക്വയർമെൻറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അതായത് ഈ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും ആരെ ഉപയോഗിക്കുന്നു? ഈ സ്റ്റാർച്ചിന് ഉപയോഗിക്കുന്നു. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ഇസ് പ്രിപ്പയർഡ് ബൈ പ്ലാന്റ്സ്. ദിസ് ഗ്ലൂക്കോസ് ഇസ് soluble in water, easily soluble in water. That means it cannot be prepared or stored in plants. Then this glucose is converted into starch. It is insoluble. This starch is used by plants for preparing the substances which is a requirement for the growth of plants and for the life activities of plants. And then the starch is later converted into sucrose. And this sucrose is transported through phloem to various parts of the plants and stored there in different forms. That means starch is later converted into sucrose. Sucrose ആയാണ് സ്റ്റാർച്ച് പിന്നീട് മാറുന്നത്. And this sucrose is transported through phloem. There are two important vessels are present in a plant. That is, one is xylem and another one is phloem. Through the xylem, water is transported, and another phloem, there is a food particles are transported through phloem to the various parts of the plant body. അതായത് സൈലം എന്നും ഫ്ലോയം എന്നും പറഞ്ഞ് രണ്ട് വെസലാണ് ചെടികൾക്ക്, സസ്യങ്ങൾക്ക് ഉള്ളത്, ഈ പ്ലാന്റ്സിനുള്ളത്. ത്രൂ സൈലം വഴി ഈ ചെടികളിലെ വേരിയസ് പാർട്സിലേക്ക് ജലം, വാട്ടറാണ് പോകുന്നത്. അതുപോലെ ഫ്ലോയത്തിലാണെങ്കിലോ ആഹാരപദാർത്ഥം, അതായത് ഈ പ്ലാന്റ്സ് പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഫ്ലോയം വഴി എന്തിലേക്ക്? സസ്യങ്ങളുടെ, പ്ലാന്റ്സിൻ്റെ വേരിയസ് പാർട്സിലേക്ക് പോകുന്നത്. സോ സുക്രോസ് ഇസ് എ food particles which is passed out to the phloem and to various plant parts. Okay, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. ഗ്ലൂക്കോസ് ഇസ് ഈസിലി soluble in water, so it can be converted into
a insoluble starch. This starch is used by plants such a source of energy for life activities and prepare substances requirement for growth. Then this starch is later converted into a sucrose. Sucrose is transported through phloem to various plant parts. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്താണ്, ഒരു ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടായി, ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാണ് എന്തിലെ ചെടികളുടെ ഇലകളിൽ. ദിസ് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച് ബിക്കോസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ. സ്റ്റാർച്ച് ഈസ് എൻ ഇൻസോലുബിൾ വൺ. ദിസ് സ്റ്റാർച്ച് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ അതർ life activities and the requirement for growth. And then the starch is converted into sucrose, and this sucrose is for the metabolic activities is stored as a starch, protein, fat, then fructose. In tubers, this sucrose as starch, and in the legumes is stored as a proteins, and in the oil seeds this sucrose is stored as a fat, and also in the fruits this sucrose is stored as a fructose in the form of fructose. Tubers means നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊട്ടറ്റോസ്, ടാപ്പിയോക്ക, അങ്ങനെയുള്ള ഈ ട്യൂബേഴ്സിലെല്ലാം സ്റ്റാർച്ച് ഫോമിലാണ് എന്തുണ്ടാകുന്നത്, ഈ സൂക്രോസ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്. ലെഗ്യൂം മീൻസ് പയറുവർഗ്ഗങ്ങൾ, ഈ കടല, മുതിര, പയർ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ആ ലെഗ്യൂംസിൽ സൂക്രോസ് ഇസ് ഫോംഡ് ആസ് എ പ്രോട്ടീൻ. ആൻഡ് ഇൻ ദി ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ എന്ന് പറയും. ഓക്കെ, ഈ തേങ്ങയായാലും നമുക്ക് സൺഫ്ലവർ ഓയിൽ എന്ന് പറയില്ലേ, ആ സൺഫ്ലവറിൽ നിന്ന് കിട്ടുന്ന, അപ്പോൾ അതെല്ലാം ഈ ഓയിൽ സീഡ്സിൽ പെടുന്നതാണ്. അതെല്ലാം ഈ മസ്റ്റേഡ്സ് അതൊക്കെ അതിൽ പെടുന്നതാണ്. സോ അതിലെന്താകും, ഈ സൂക്രോസ് എന്ത് രൂപത്തിലാണ് ഫോം ചെയ്യുന്നത്, ഫാറ്റ് രൂപത്തിലാണ് ഫോം ചെയ്യുന്നത്. മീൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി ഫ്രൂട്ട്സിലും എന്തായിരിക്കും, ഈ സൂക്രോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഫ്രക്ടോസായി കൺവേർട്ട് ചെയ്യുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷുഗർ കെയിനിലാണെങ്കിൽ സൂക്രോസ് ഏത് ഫോമിൽ തന്നെയാണ്, സൂക്രോസ് ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഫോട്ടോസിന്തസിസ്, ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ഇസ് പ്രിപ്പയർഡ് ഓൺ ലീവ്സ്, ബട്ട് ദിസ് ഗ്ലൂക്കോസ് ഇസ് very easily soluble in water. It cannot be stored as in the plant body. So this glucose is converted into insoluble starch. This starch is used by plants and then converted into sucrose, and this sucrose is transported through phloem and to other metabolic activities. In tubers it is in the form of starch, in the legumes is in the form of protein, oil seeds is in the form of fat, and in the fruits is in the form of fructose. But in the case of sugarcane, sucrose is as in the form of sucrose. Next is about chemosynthesis. എന്താണ് chemosynthesis എന്ന് പറയാം. All producers on earth do not depend on sunlight. അതായത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് all producers on earth do not depend on sunlight. സൺലൈറ്റിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. Some sulfur bacteria in the land or in the water are example for chemosynthesis. Chemosynthesis means they produce energy by breaking down chemical compounds. നമ്മൾ കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ടുള്ള എനർജിയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ കെമിക്കൽ കോമ്പൗണ്ട്സ്. അങ്ങനെയുള്ള പറയുന്ന പേരാണ് എന്ത്, കീമോസിന്തസിസ്. അപ്പോൾ ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ്. ആഫ്റ്റർ ദാറ്റ് they produce energy by breaking down chemical compounds. കെമിക്കൽ കോമ്പൗണ്ട്സിനെ വെച്ചിട്ടുള്ളതാണ് എന്തുണ്ടാവുന്നത്, കീമോസിന്തസിസിൽ നടക്കുന്നത്. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് കീമോസിന്തസിസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സൾഫർ ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ആൻഡ് ഓക്സിജൻ? ആണോ, ഈ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഫുഡും ഓക്സിജനും മാത്രമാണോ കിട്ടുന്നത്? അല്ല. മോസ്റ്റ് പ്ലാന്റ്സ് പാർട്സ് ഹാവ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. മിക്ക പ്ലാന്റ്സും നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻ വൺ വേ ഓർ അതർ. എന്തെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മിക്ക പ്ലാന്റ്സും നമ്മൾ ഹാവ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇതൊരു കോഫിയാണ് അല്ലേ. നമുക്ക് കോഫി പൗഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോഫിയൊക്കെ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഫി പൗഡർ കിട്ടും. അതെന്ന് പറയുന്ന ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലേ. അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നോക്കൂ, റബ്ബർ എസ്റ്റേറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് റബ്ബർ ഇങ്ങനെ ചെത്തിയിട്ടൊരു ബോളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ എടുക്കും. അത് പിന്നീട് എന്താക്കി മാറ്റും, പലതരം ഷീറ്റുകളൊക്കെ ആക്കി. അതുപോലെ തന്നെ റബ്ബർ ഉപയോഗിക്കുന്ന പല കമ്പനീസ് ഉണ്ടല്ലോ, നമ്മുടെ
ടയർ ഉണ്ടല്ലോ, ചക്രം, വീൽ, അതിൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേയധികം ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മറ്റൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ തന്നെ സ്പൈസസ് അല്ലേ, നമ്മൾ പറയുന്ന കിങ് ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന പെപ്പർ. അപ്പോൾ അങ്ങനെ കുറേയധികം സ്പൈസസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വളരെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അരക്ക, അതായത് അരക്ക മീൻസ് അടയ്ക്ക, അതുപോലെ തന്നെ കൊക്കോ എന്ന് പറയുന്നത് ഈ മരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൊക്കോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നതാണ് കൊക്കോ മരം. അപ്പോൾ ഇതെല്ലാം ദേ ഹാവ് എൻ ഇമ്പോർട്ടൻസ് എക്കണോമിക്കലി ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഈ പ്ലാന്റ്സ് മാത്രമല്ല, ഫുഡും ഓക്സിജനും മാത്രമല്ല, എന്തും തരുന്നുണ്ട്, ദേ ആർ വെരി എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ഓൾസോ. അതാണ് ഇത് കോഫി പൗഡർ. ജസ്റ്റ് ഒരു 4 എണ്ണമാണ് പറയുന്നത്. കോഫി പൗഡർ ഉണ്ട്, റബ്ബർ ഉണ്ട്, സ്പൈസസ് ലൈക്ക് പെപ്പേഴ്സ് ഉണ്ട്, അതുപോലെ കൊക്കോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.